നമ്മ ഇടാന്ന് കേട്ടോ ചോറെല്ലാം വെക്കൽ എല്ലാം വൃത്തിയാക്കിയ പ്രശാന്തേട്ടൻ കണ്ടില്ലേ. മഴ വരാനായില്ലേ, അതുകൊണ്ട് അടുപ്പ് വൃത്തിയാക്കുന്നിടില്ല. അടുപ്പ് വൃത്തിയാക്കുകയെന്ന് മേലെ കരിയുണ്ട്, അതെല്ലാം കളയുന്നു. ഷീറ്റ് ശരിക്കും ഒക്കെയാണ് ചോരുന്നുണ്ട് അത്. അതുകൊണ്ട് വേറെ ഷീറ്റ് എടുത്ത് അതിൻ്റെ മേലേക്ക് വെക്കുകയാണ്. മഴ വന്നാൽ ഇവിടെയെല്ലാം വെള്ളം ആവും, അടുപ്പിലെല്ലാം വെള്ളം കയറും. അതുകൊണ്ട് ഷീറ്റെല്ലാം ശരിക്കും ഇടുകയാണ്. പൊടിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട്. ഉറച്ച് പൊടിയാണ്ട് ഇതൊക്കെ ഇനിയും പൊടി വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയൊക്കെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇടയിലെല്ലാം പൊടി തുറന്നിട്ട് ഇതാണ് കേട്ടോ അടുപ്പ്. ഇടുന്ന ചോറെല്ലാം വെക്കൽ. ഇതാ ഇവിടെ ഒരു ചേന പൂത്തിട്ടുണ്ട് കണ്ടോ. ഭയങ്കര നാറ്റാണ്. ഇങ്ങനെ നല്ലോണം വിരിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത നാറ്റാണ്. എലി ചത്ത നാറ്റാന്നുണ്ടാൽ. ഈച്ചെല്ലാം കണ്ടതിന് ഇരിക്കുന്നു. ഇത്ര നാറ്റാണ്, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല നാറ്റം കൊണ്ട്. ഇത് പൊട്ടിച്ച് കളയട്ട്. കയറ് കെട്ടേന്ന് ഷീറ്റ് കാറ്റത്ത് പാറി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കയറ് കെട്ടേന്ന്. മുന്നേ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം പഴയതായി പൊട്ടിപ്പോയതുകൊണ്ട് ഉണ്ട് അതിൻ്റെ മേലെ വേറെ ഷീറ്റ് എടുത്തിട്ട് വെച്ചിട്ടായിട്ടത്. അതുകൊണ്ട് ഈ വെള്ളം അടുപ്പിലെല്ലാം വെള്ളം വീണു. അതുകൊണ്ട് മേലെ വേറെ ഷീറ്റ് ഇട്ടിട്ടായിട്ടത്. അപ്പോൾ അത് കാറ്റത്ത് പാറിപ്പോന്നായിട്ട് കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുകയായിരുന്നു. ഇതിലൊരു വാരി എടുത്തിട്ട് എൻ്റെ ഇടയ്ക്ക് വെക്കുകയാണ്. വേറെ വാരി കഷ്ണം എടുത്തിട്ട് അവിടെ ഇടയ്ക്ക് വെക്കുകയാണ് കേട്ടോ. ഇത് എന്നെങ്കിലും ഇവിടെ നിൽക്കണ്ടേ ഇത്, അല്ലെങ്കിൽ മഴയത്ത് ഞാൻ ഇവിടുന്ന് ചോറെല്ലാം വെക്കുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ തലയിൽ വീഴൂലേ. അതുകൊണ്ട് ശരിയാക്കി വെക്കുന്നു. നല്ല കാറ്റെല്ലാം വന്നാൽ ഷീറ്റ് ഇതെല്ലാം അടക്കം എൻ്റെ തലക്ക് പോകും. അതുകൊണ്ട് അതെല്ലാം ശരിയാക്കി വെക്കാൻ വിചാരിച്ചിട്ട് എന്തല്ലോ ചെയ്യുന്നു. കയറിങ്ങോളം കെട്ടുന്നിട്ടാ, ഇതിന് കെട്ടി വെക്കുന്നു. ഇതാ മഴക്കാലം കഴിച്ച് കൂട്ടണ്ടേ. മഴക്കാലത്ത് ചോറെല്ലാം വെക്കണ്ടേ നമുക്ക്. വേറെ വെക്കാൻ അടുപ്പൊന്നുമില്ല, ഇവിടുന്ന് തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഏത് നിമിഷം ഇനി മഴ വരാൻ സാധ്യതയുണ്ട്.
നേരത്തെ എല്ലാം ശരിയാക്കി വെച്ചാൽ പ്രശ്നമില്ലല്ലോ. ഈ സൈഡിനെല്ലാം ഇതാ ഷീറ്റ് കെട്ടിയാണ്. അതിൽ മഴയത്ത് ചാറൽ തെറിക്കൂലേ, ചില്ല് തെറിക്കും, ചാറ്റൽ. അതുകൊണ്ട് സൈഡിന് ഷീറ്റ് കെട്ടൊക്കെയാണ്. നല്ല കാറ്റുണ്ടെങ്കിൽ തീയും ശരിക്കും കത്തൂല, അടുപ്പിൽ പാത്രത്തിനൊന്നും കൊള്ളൂലല്ലോ. അതുകൊണ്ട് ഇവിടെ ഷീറ്റ് വലിച്ച് കെട്ടുകയാണ്. ഷീറ്റെല്ലാം കെട്ടി കമ്പിയിട്ട് കെട്ടേന്ന്. ഇല്ലെങ്കിൽ കയറ് കെട്ടിയാലേ ചൂടിന് ഉരുകിപ്പോയിട്ട് പൊട്ടിപ്പോയെങ്കിലോ. കമ്പി കൊണ്ടാന്ന് കെട്ടുന്നു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ശരിയായി. ഇനി മഴയൊന്നും കൊള്ളാതെ അടുപ്പിൽ വീഴാതെ ഇവിടുന്ന് ചോറെല്ലാം വെക്കാൻ തോന്നുന്നു. മഴ വന്നാലറിയാം അല്ലേ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇനി ഇവിടെയെല്ലാം നടിച്ച് വൃത്തിയാക്കാണ്ടതാ കരി വീണിട്ട്. അടിച്ചു വാരട്ടെ, നിറച്ചും കരി തന്നെ. ഇതെല്ലാം അടിച്ചു വാരിയാൽ കണ്ടില്ലേ എന്തൊരു കരിയാന്ന്. അപ്പോൾ ഇത് അടിച്ച് വൃത്തിയാക്കി ഇടുന്നതാണ് ഇനി ചോറെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഓക്കെ, ബൈ.